ബി ഹെൽതി എന്ന് പറയുന്ന അത്ര ഈസി അല്ല. ഹെൽത്തി ആയിട്ട് ഒരു ലൈഫ് സ്റ്റൈൽ മെയിൻറ്റെയിൻ ചെയ്യുക എന്ന് പറയുന്നത്. നമുക്ക് ഇഷ്ടപ്പെട്ട ചില ഭക്ഷണങ്ങൾ ഉപേക്ഷിക്കേണ്ടി വരും. ഒരുപാട് കഴിക്കാൻ ആഗ്രഹമുള്ള ഭക്ഷണങ്ങൾ വളരെ കുറച്ച് കഴിക്കേണ്ടി വരും. അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. ഇതൊക്കെ പറ്റുന്നുണ്ടെങ്കിൽ മാത്രമാണ് നിങ്ങൾക്ക് ഒരു വെയിറ്റ് ലോസും നിങ്ങളെ ബോഡിയൊക്കെ ഒന്ന് ഷേപ്പ് ആക്കി നിർത്താനൊക്കെ നിങ്ങൾക്ക് പറ്റുള്ളൂ. ബ്രേക്ക്ഫാസ്റ്റിന് ഒരു ചപ്പാത്തി റോളാണ്. ഇതിന്റെ ഫില്ലിംഗ് കൊടുത്തേക്കുന്നത് ഗുവാക്കമോളിയാണ്. ഗുവാക്കമോളിക്കകത്ത് ഞാൻ പുഴുങ്ങിയ മുട്ടയും കൂടെ സ്മാഷ് ചെയ്ത് ചേർത്തിട്ടുണ്ട്. അത് പ്രിപ്പയർ ചെയ്ത് വെച്ചു. നടക്കാൻ പോയി. നടന്നു വന്നതിന് ശേഷം കുളിച്ചു. അതിന് ശേഷമാണ് ഞാൻ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചത്. അതൊക്കെ കഴിച്ചൊരു 10 മണിക്കാണ് എൻ്റെ കോഫി ടൈം. ഇന്ന് കോഫിയുടെ കൂടെ എനിക്ക് നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്തു തരാനുള്ള ബുക്ക് ഇമ്രാൻ ഹാഷ്മിയുടെ ദ കിസ് ഓഫ് ലൈഫാണ്. നമ്മൾ പുറംചട്ട കണ്ടിട്ട് ചില ബുക്കിനൊക്കെ ജഡ്ജ് ചെയ്യാറില്ലേ, അതേപോലെയാണ് ചില മനുഷ്യരെ പറ്റി നമുക്കുള്ള ധാരണകളും. ഈ ഒരു ബുക്ക് ഫിനിഷ് ചെയ്യുന്നതോടുകൂടി നമ്മുടെയൊക്കെ മനസ്സിൽ ഇമ്രാൻ ഹാഷ്മി എന്ന് പറയുമ്പം ദ കിസിംഗ് സ്റ്റാർ എന്ന് പറഞ്ഞ ആ ഒരു ടാഗ് ലൈനാണ് കടന്നു വരിക. ഇതിൻ്റെ ഫിനിഷിംഗ് പോയിന്റിൽ എത്തുമ്പോൾ ആ ഒരു ടാഗ് ലൈനും മാഞ്ഞു പോകും.